ഹലോ ഗായ്സ്, വെൽക്കം മൊളാസിക്ക് സ്വാഗതം. ഇന്ന് മംഗമാനിക്ക് പോവാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് എടുക്കാൻ മറന്നു. അപ്പോൾ രാവിലത്തെ സീനറി ഒന്ന് എടുക്കാൻ വെച്ചു. അപ്പോൾ ഇടയിൽ ഓരോ പാർട്ടായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ രാവിലെ 10 മണി നോക്കട്ടെ വരുന്നില്ലല്ലോ. രാവിലെ 5:55 സമയം. അപ്പോൾ ബാക്കി വിശ്വാസമൊക്കെ വരുന്ന വഴിക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ ഇൻട്രോയ്ക്ക് മുമ്പെടുത്ത വീഡിയോ ആണ്. എൻ്റെ ഫോൺ ചാർജ് ഉദ്ദേശിച്ചത് 5:50. ആ സമയം പോയിക്കണത് സെൻറ്റായി. അതിന് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കാനൊക്കെ വഴിയാണ് ഇട്ടത്. ഇവിടെ പാലക്കാട് അങ്കമാലിക്ക് അറൗണ്ട് 60-65 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളുടെ 2-2.5 മണിക്കൂറാണ് എത്തി. ഞങ്ങൾക്ക് വഴി ഒന്നും അറിയണ്ടായില്ല. അപ്പോൾ വളം തിരിഞ്ഞെത്തി. അപ്പോൾ ഓണയിൽ തിരിഞ്ഞാലക്കുടയാണ്. ആ തിരിഞ്ഞാലക്കുട വഴി കൊടകര കയറി അവിടെ അങ്ങയുടെ ഏതോ വളർന്ന് ചെയ്ത വഴി കയറിയിട്ടാണ് നമ്മൾ വഴി എത്തിയത്. എനിക്കാണ് വഴികളുടെ കാര്യം അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇട്ടുണ്ട്. നമ്മുടെ ദിവസം എത്തണതിൻ്റെ ഒരു 10 കിലോമീറ്റർ മുമ്പാണ്. നമ്മൾ അവിടെ നിന്ന് യു അടിച്ച് വരും ഹൈവേ. അതിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് ഇറങ്ങി ചോദിച്ചു, അതിൻ്റെ മുമ്പ് ഇറങ്ങി ചോദിച്ചു. അപ്പോൾ അത് മനസ്സിലായി. ഇടയിൽ നിന്ന് കുറേ വീഡിയോസ് എടുത്തു. കണ്ടിന്യൂസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അടി വെള്ളയും കയറെടുത്തില്ല. അങ്ങനെ എടുത്തു. നമ്മുടെ ഡോൺ ബോസ്കോയിൽ കയറി. അവിടെ കാണുന്ന ഒരു ലോഡ് പാർക്കിംഗ് ആണ്. ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ നിൽക്കുന്ന ഭാഗമാണ്. പിന്നെ ഓരോ വർത്താനം ഉണ്ടായിരുന്നു. അവിടെ 10 മണി സംതിങ് ആണ് പ്രോഗ്രാം തുടങ്ങിയതാണ്. അങ്ങനെ എന്തോ സംതിങ്. ഞങ്ങൾ 8:30 എത്തി. എന്നിട്ട് എന്തോ റിട്ടേൺ ടെസ്റ്റ് 9:00 10:00 ഉണ്ടായിരുന്നു. അതിൻ്റെ 10:30 കഴിഞ്ഞിട്ട് അവിടെ എന്തോ വെയിറ്റിംഗ് അങ്ങനെ എന്തോ സംഭവം ഉണ്ടായി. 10:30 എന്തോ രജിസ്ട്രേഷൻ എടുത്ത് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് കഴിച്ചു. അതിലൊന്നും കഴിച്ചില്ല. അപ്പോൾ കോഫി കുടിച്ചു. പിന്നെ അവിടെ ഞങ്ങൾ പുറത്തേക്ക് കാത്തിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നല്ല അത്ഭുതം കഴിച്ചത് കണ്ടു. അവിടെ വീട് കോൺക്രീറ്റ് ചെയ്തു. അതേപോലെ കുഞ്ഞിപ്പിള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനത്തെ ടൈപ്പ് പാർക്ക്. അമ്യൂസ്മെൻറ്റ് പാർക്കല്ല, പാർക്ക് ചെയ്ത സ്ലൈഡ്, സീസോ. ഈ സ്ലൈഡൊക്കെ അവർ ഫസ്റ്റ് തന്നെ കമ്പി വെച്ചിട്ട് പിന്നെന്തോ മെഷ് പദ്ധതി കെട്ടിയിട്ട് പിന്നീട് അതൊന്ന് കോൺക്രീറ്റ് അപ്ലൈ ചെയ്ത് എന്നിട്ടാണ് പ്ലാസ്റ്റർ പോലെ മിക്സ് ചെയ്യണത്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ വീട് കോൺക്രീറ്റ് ചെയ്യണ സംഭവം കണ്ടത്. ഇവിടെ കുഴിച്ചാൽ പിള്ളേർക്കുള്ള ഉണ്ടാക്കുന്നത് നല്ല പാർക്ക്. ഞാൻ തെളിവ് ആ സൈഡ് വേണ്ട എന്തോ സൈഡ് അവരാദ്യം തന്നെ ഒരു മിക്സർ ഉണ്ടാക്കിയിട്ട് അത് അപ്ലൈ ചെയ്ത് അവസാനം ടേപ്പാക്കി. ഇതാണ് ഈ പ്രോസസ് ഞാൻ കണ്ടിട്ടില്ല. വെറുതെ പൈസ ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിന് എക്സാം കൊണ്ടുവരുന്ന സ്ഥലത്ത് എടുത്തതെന്ന് സ്കൂളിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും തിരുമായി. അപ്പം ഞാൻ നൈസൈഡിൽ ട്രിപ്പൊക്കെ എടുത്തു. ഇവിടെ ഞങ്ങൾ എനിക്ക് എക്സാം എഴുതണം. ഞാൻ ഇപ്പോൾ ഉള്ള വർക്ക് ആ വർക്കിന് വീട് എടുത്തിട്ടില്ല. അവിടെ ഞാൻ ട്രെയിനിങ് ആ സൈഡ് എടുത്തിട്ടുണ്ട്. ഈ ഡോൺ ബോസ്കോ സ്കൂളിൽ നല്ല വലിപ്പമുണ്ട്. അതല്ല ഞാൻ സ്കൂളിൽ എറണാകുളം വർക്കുണ്ട്. പിന്നെ അങ്ങനെ കണ്ടിട്ട് അടുത്തുള്ള കടയുണ്ടോ നോക്കി. ലാസ്റ്റ് മനസ്സിലായി കടയൊന്നുമില്ല. തിരിച്ച് കയറാൻ പോയി. അപ്പോൾ നല്ലൊരു കാറ് കണ്ടു. ഓടിയുടെ ഒരു ഹൈപ്പർ സ്പീഡിലേക്ക് പോകണമുണ്ടോ. അതേ കാറാണ് കമൻറ്റ് കേട്ടാം. നല്ല ലുക്കായിരുന്നു. അത് തിരിച്ച് സ്കൂളിനുള്ളിൽ കയറാൻ പോകണം. അവിടെ കയറി. അവിടെ ബിരിയാണി പിന്നെ ജ്യൂസ് പപ്സ് അങ്ങനെ ഐറ്റംസ് ഉണ്ടായുള്ളൂ. എനിക്ക് തന്നെ ബിരിയാണി എടുക്കണ്ടായിരുന്നു. പക്ഷേ പിന്നെ സീറ്റ് കിട്ടാണ്ട് സ്റ്റേഷൻ്റെ അവിടെ ഇരുന്ന് കഴിച്ചത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കണമെന്നുണ്ട്. കഴിക്കണമെന്നില്ല, ബിരിയാണിയുടെ മാത്രം കഴിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റേജിലേക്ക് വന്നു. ഇത് ചെറിയൊരു കുട്ടി എന്തോ മൈക്ക് പറയുന്നതാണ്. ഇതേപോലെയാണ് ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ പ്രശ്നം അറിയില്ല. പ്രശ്നം കഴിഞ്ഞിട്ട് വേറെയായിരുന്നു. അപ്പോൾ ഈ ബാങ്കിൻ്റെ പോയിസ് നോക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു മെയിൻ ബാഗ് വരുന്ന ഞാൻ മേടിക്കണം. For Ashna PV of Carmel Central School, Valapal, the State Organ Spelling Bee Champion 2025 for Category 8, who has secured the prize money for Rupees 5,000. I once again repeat, Ashna PV of Carmel Central School, Valapal. Let's give them a round of applause. As we conclude the ceremony, let's also applaud our Nasa for their brilliant performances. Each of you is a winner today. A special word of gratitude.
നീ കാണുന്ന അവിടുത്തെ സ്റ്റേജ് നമ്മളൊക്കെ പ്രൈസ് കിട്ടി 95,000 റുപ്പീസ് ക്യാഷ് പ്രൈസ് കിട്ടി. അത് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടുത്തെ മ്യൂസിക്കിൻ്റെ സൈഡില്ല, ആ സൈഡ് തന്നെയാണ് സ്റ്റേജ്, മെയിൻ ഓഡിറ്റോറിയം. അവിടെ ഞാൻ വീഡിയോ എടുത്തു. ഞാൻ അനിയത്തിയുടെ ചാനലിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അനിയത്തിയുടെ ചാനലിൽ മുമ്പത്തെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് എടുത്താലും അറിയില്ല, അപ്പോൾ വന്നെങ്കിൽ ഇതൊക്കെ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ഇത് കാണില്ല. ഞാൻ അനിയത്തിയുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ അബൌട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോയിലും കൊടുക്കാം. എൻ്റെ ഇത് വെച്ച് ഞാൻ എനിക്ക് റീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ അതൊക്കെ കണ്ടു വെക്കുക. ബാക്കി ഞാൻ വായിച്ച് പറയണില്ല. ഞാൻ അവിടെ നിന്ന് സ്കൂളിൽ വിട്ടു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തു. രാത്രി ഇത് എത്ര മണി സമയമാണ്? ഒരു 7 മണി 7 വോയിസ് ഒക്കെ ഉണ്ട് അവിടെ പറയുന്നത്. അത് ഞാൻ കളഞ്ഞിട്ടില്ല, അതേപോലെ ഉണ്ട്. I won, guys. First prize, 5,000. Yeah. ഗൈസ് നമ്മൾ റയർ ക്ലീൻ സ്പോട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ നിന്നില്ല. നിങ്ങൾക്ക് അത് കൂടെ ഒരാൾ നടന്നു പോകുന്നത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് നമ്മൾ വിട്ടു, സമയമൊക്കെ ആയില്ലോ. ഭയങ്കര വൈകിയാണ് വീട്ടിൽ എത്തണം. ബ്ലോക്കാണ്. സ്കൂളിൻ്റെ ഉള്ളിൽ വേറെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും സ്കൂളിൽ പുറത്തിറങ്ങാൻ എടുക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്. നല്ല വലിപ്പമുള്ള സ്കൂളാണ്. ആ ക്യാമറയിൽ എഴുതി കണ്ടത്, അതാണ് അവിടുത്തെ ക്യാൻറ്റീനും. അവിടെ നിന്ന് രാവിലെ പപ്സും മേടിച്ചു, ഉച്ചയ്ക്ക് നല്ല ബിരിയാണി മേടിച്ചു. രാത്രിത്തെ ഫുഡ് വീട്ടിൽ വന്നിട്ട് കഴിച്ചത്. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ പരിചയക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നോക്കി എൻ്റെ ബാഗ് പറഞ്ഞു. എൻ്റെ അനിയത്തി ഓരോ സൈഡൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബാസ്കറ്റ് ബോൾ കോർട്ട്, റൈറ്റ് സൈഡ്, നമ്മുടെ കാറിൻ്റെ വ്യൂ, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേ വിഷ്വൽസൊക്കെ ഞാൻ എടുക്കാൻ പറഞ്ഞതല്ല. കയറി വരുമ്പോൾ ഉറക്കൊക്കെ വന്ന് ക്ഷീണമൊക്കെ ആയി. രാവിലെ 5 മണിക്ക് സംതിങ് ഇട്ടാണ് എന്നിട്ട് അവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ കാണുമല്ലോ. പിന്നെ ഡോൺ ബോസ്കോയുടെ ബാഗ് പറഞ്ഞു. അവർ ഞാൻ അവിടെ പോയിട്ട് റീൽ എടുത്തിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ ചാനലുണ്ട്. ഡോൺ ബോസ്കോ അങ്കമാലിയിലെത്തി. വളരെ കഴിവേ എൻ്റെ അനിയത്തി കാരനാണ്. ഒരു ഹ്യൂജ് താങ്ക്സ്. നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ചാടി. അപ്പോൾ എറണാകുളം ബ്ലോക്കിൽ പെട്ടു. അതിൻ്റെ ടൈം ലാപ്സ് എടുത്തു. നമ്മൾ എറണാകുളം എല്ലാവരും കൂടെ അല്ല, അങ്കമാലി കുറച്ചുകൂടി പോയാൽ എറണാകുളത്തോളം. അപ്പോൾ അങ്കമാലി പാലക്കാട് വഴി വിട്ട് കൊടകര വഴി നിലക്കൊടകളെ കയറി വലപ്പാടത്താണ് നോക്കണം. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി നിർത്തിയിട്ടുണ്ട്. ഇതെന്തോ പാലക്കാട് കയറുന്ന വഴി മുടിഞ്ഞ ബ്ലോക്കാണ്. ഇതാണ്ട് വലിയ ബ്ലോക്കാണ്. എറണാകുളത്തേക്ക് ഇവിടെ നിന്നാണ്. അപ്പോൾ റൈറ്റിൽ നിന്നാലും ബ്ലോക്ക്, ലെഫ്റ്റിൽ നിന്നാലും ബ്ലോക്ക്, ആ ഡയലോഗ് പോലെ. അപ്പോൾ ഈ ബ്ലോക്കിലൊക്കെ പെട്ടു. ഓരോ ഡയലോഗ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഓഡിയോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണും. നമ്മൾ 4 മണിക്ക് സ്നാക്സൊന്നും കഴിച്ചില്ല. പിന്നെ മസാല ദോശ കഴിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. ആകെ ബ്ലോക്ക്. പിന്നെ അതിൽ നിന്നാണ് ആകെ സമയം പോയി. നമ്മൾ അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ഒരു വഴിക്കുള്ള പോയി. എന്നുവെച്ചാൽ കൊടകരയ്ക്ക് എത്തുന്ന തൊട്ട് മുമ്പാണ്. അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായില്ല. ഒരു കണ്ടിന്യൂസ് വോയിസ് കാണിക്കുന്നുണ്ട്. വോയിസ് അല്ല, ഒരു വീഡിയോ. അപ്പോൾ അത് കാണും. ഇപ്പം നിങ്ങൾ ബോർഡ് കണ്ടില്ലേ, അതാണ് കുറച്ച് അസറ്റായി. ഇത് നിലവിടെ എത്താറായല്ലോ. അവിടെ നിന്ന് വളർന്നു പോകാം. ഈ പാലക്കാട്, അങ്കമാലി അങ്ങനെ ഇതൊന്നും പരിചയമില്ലേ. ഇത് കൂടെ നേരെ വിട്ടാൽ പാലക്കാടാണ്. അപ്പോൾ അതൊന്നും പരിചയമില്ല, അതുകൊണ്ടൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ വാപ്പാക്ക് വഴി അറിയണോണ്ട് ധൈര്യമായിട്ട് പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.